നമസ്കാരം. CPM പരിപാടിക്ക് ആളെ കൂട്ടാൻ പെടാപ്പാടുപെടുകയാണ് നേതാക്കൾ. ആദ്യം മാന്യമായ രീതിയിൽ വിളിക്കും. വരാൻ സാധ്യതയില്ല എന്ന് കണ്ടാൽ പണി കിട്ടുമെന്ന നിർദ്ദേശം നൽകും. ഇനി അഥവാ പരിപാടി സമയത്ത് വന്നില്ല എങ്കിൽ അവർക്ക് ഏത് പാർട്ടിക്കാരോ എന്ന് നോക്കാതെ ആ പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും. അവർക്ക് ജോലി ഉൾപ്പെടെ നിഷേധിക്കും. അതാണ് CPM നയം. ഇത്തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെയൊരു സംഭവം ഒന്നുകൂടെ ആവർത്തിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. CPM പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ആലപ്പുഴയിൽ വീണ്ടും തൊഴിൽ നിഷേധം. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് ലേബർ മീറ്റിംഗ് എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് മേറ്റായ ആശ സുരേഷിന്റെ വീട്ടിൽ ഞായറാഴ്ചയായിരുന്നു CPM സംഘടിപ്പിച്ച ഈ പരിപാടി നടന്നത്. ഇതിൽ പങ്കെടുക്കാത്തവർ ഇന്ന് ജോലിക്ക് എത്തേണ്ടതില്ല എന്ന് അറിയിപ്പ് നൽകുകയായിരുന്നു. മസ്റ്റർ റോളിൽ പേരുണ്ടായിരുന്നിട്ടും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ 10 പേർക്ക് തൊഴിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമാകുന്നു. അതേസമയം പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാൻ ഇതിനു മുമ്പ് CPM ഇതേ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടന പരിപാടിയിൽ ആളില്ലാത്തതിനാൽ പ്രകോപിതനായി വേദി വിട്ടിറങ്ങിയ MM മണി MLA ആണ് ഈ സംഭവത്തോടൊപ്പം ഓർമ്മ വരുന്നത്. മണിയുടെ നാവ് നേരെയാകുവാൻ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് മിനി പ്രിൻസ് പ്രസിഡന്റ് ആയിരുന്ന പഞ്ചായത്തിന്റെ കേരളോത്സവ സമാപനം വേദിയിലാണ് സംഭവം. കരുണാപുരം പഞ്ചായത്ത് സർക്കാർ ഫണ്ട് ദുരുപയോഗിച്ചു എന്ന് മണി ആരോപിക്കുമ്പോൾ നേരെ പരിപാടി തുടങ്ങിയതിനാൽ ആൾ കുറഞ്ഞു എന്ന് മിനിയുടെ മറുപടി ഉണ്ടായിരുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ പണി കഴിപ്പിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും നടക്കുന്ന വേദിയിലാണ് അത്തരമൊരു സംഭവം അന്ന് അരങ്ങേറിയത്. 10-ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നത്. ഇതാണ് MM മണിയെ പ്രകോപിതനാക്കിയതും. ഉദ്ഘാടനം നടത്തിയെന്ന് വരുത്തി മണി ഉടൻ മടങ്ങുകയായിരുന്നു. MM മണി പറഞ്ഞതുകൊണ്ട് ചടങ്ങ് നേരത്തെ നടത്തിയത് കൊണ്ടാണ് ആളുകൾ കുറഞ്ഞതെന്ന് പിന്നീട് സംഘാടകർ ഇതിന് വിശദീകരണമെല്ലാം നൽകുകയും ചെയ്തു. 6 മണിക്ക് തീരുമാനിച്ച പരിപാടി 5:15 തുടങ്ങേണ്ടി വന്നതിനാലാണ് ആള് കുറഞ്ഞതെന്ന് പിന്നീട് ഈ വിഷയം ചർച്ചയായപ്പോൾ ചിലർ പ്രതികരിക്കുകയും ചെയ്തു. മണിയുടെ നാവ് നേരെയാകുവാൻ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ച ചൊരുക്ക് ഇവിടെ തീർത്തു എന്നായിരുന്നു ഇതിന് പിന്നാലെ മിനി പ്രിൻസ് രഹസ്യമായി ആരോപിച്ചത്. അതിന് പിന്നാലെ ആ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഇതിന് ശേഷവും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM നടത്തിയ കോൺക്ലേവിൽ പങ്കെടുക്കാത്ത യുവാക്കൾക്കെതിരെ നടപടിയെടുത്ത സംഭവം ഉണ്ടായിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല, പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെയുള്ള ഈ CPM അതിക്രമവും ഇതേ രീതിയിൽ പലതവണ മുൻപും ഉണ്ടായിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് CPMന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞടക്കം ഇതേ നിലപാട് സ്വീകരിച്ചവരാണ് CPM സഖാക്കൾ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ ആള് കുറഞ്ഞെന്ന് പറഞ്ഞ് ഇതേ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി CPM നേതാക്കൾ വാട്സ്ആപ്പ് വഴി ഭീഷണി സന്ദേശം ഉൾപ്പെടെ നൽകിയത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പോരാതെയാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേ രീതിയിൽ ഭീഷണിയുമായി CPM വീണ്ടും അടുത്ത വള്ളി പിടിച്ചിരിക്കുന്നത്. CPM പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ആലപ്പുഴയിലെ പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചിരിക്കുകയാണ്.